ഓം ശ്രീ ഗുരുഭ്യോ നമ. ഒരു കുടുംബം, അച്ഛൻ, അമ്മ, 2 വയസ്സായൊരു കുട്ടി. ഈ അച്ഛന് ജന്മന കാഴ്ചയില്ല. സന്തോഷമായിട്ട് അവർ ജീവിക്കുകയാണ്. ഇന്നൊരു ദിവസം കുട്ടിക്ക് വയറിനസുഖം വന്നു. ഭാര്യ പറഞ്ഞു, ഞാൻ വൈദ്യരെ പോയി കണ്ട് മരുന്ന് മേടിച്ചുകൊണ്ട് വരാം, അങ്ങ് കുട്ടി ഒന്ന് നോക്കിക്കോളൂ. ഇനി കരയാണെങ്കിൽ അമ്മ ഇപ്പോൾ വരുന്നു പറഞ്ഞാൽ മതി. കുട്ടിക്ക് എന്താ പറ്റിയേന്ന് ചോദിച്ചു ഭർത്താവ്. വയറിന് പ്രശ്നമാണ്. എന്താ വയറിന് പ്രശ്നം വരാൻ കാരണം? അദ്ദേഹം തിരക്കി. കാഴ്ചയില്ലല്ലോ. അതേ, പാല് കുടിച്ചിട്ടാണെന്നാണ് തോന്നണത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ ഈ പാല് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എന്താണ്? പറഞ്ഞു, ഈ പാല് എങ്ങനെ ഇരിക്കും? കുട്ടി കഴിച്ചതല്ലേ, എങ്ങനെ ഇരിക്കും? അത് പാലെന്ന് പറഞ്ഞാൽ വെളുത്തിരിക്കും. ഭർത്താവ് ചോദിച്ചു, അന്ധനായ ഭർത്താവ് ചോദിച്ചു, വെളുത്തിരിക്കും എന്ന് വെച്ചാൽ, വെളുപ്പെന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഭാര്യ പറഞ്ഞു, വെളുത്ത കൊറ്റിയില്ലേ, വെളുത്ത കൊറ്റിയെ പോലെ ഇരിക്കും. കൊറ്റി എന്ന് വെച്ചത് എങ്ങനെ ഇരിക്കുക? അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്. ഭാര്യ ഉടൻ തന്നെ കൈ ഇങ്ങനെ പിടിച്ച് വളച്ച് ഭർത്താവിൻ്റെ അടുത്തോണ്ട് ഒന്ന് തൊട്ടു നോക്കൂ. അപ്പോൾ ഇതിന് തൊട്ടു നോക്കി. ഇങ്ങനെയാണോ കൊറ്റി ഇരിക്കുക? അതെ, ഇങ്ങനെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയല്ല ആരുടെ വയറാണെങ്കിലും കേടാവും. ഇവിടെ ഭാര്യയ്ക്ക് എന്ത് പറ്റി? നിറവും രൂപവും തിരിച്ചറിയാൻ സാധ്യമല്ല അന്ധതയുള്ളവർക്ക്. അപ്പം അങ്ങനെയുള്ള ഒരാളെ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്താണോ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് ഉള്ളിൽ കയറില്ല. അപ്പം ശിഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, ഗുരുവിനും ബാധകമാണിത്. തൻ്റെ വിദ്യാർത്ഥി അല്ലെങ്കിൽ തൻ്റെ മക്കൾ ഏത് തലത്തിലാണോ, ഏത് അവസ്ഥയിലാണോ നിൽക്കുന്നത്, ആ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്ന് വേണം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അധ്യാപകനാണെങ്കിലും നേതാവാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. എങ്കിലേ അതവർക്ക് മനസ്സിലാവൂ. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു, വിദ്വാൻ യുക്ത സമാചരൻ. വിദ്വാനായവൻ, അറിവുള്ളവൻ, അറിവ് സ്വീകരിക്കാൻ നിൽക്കുന്നവൻ്റെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വേണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. മക്കളുടെ തലത്തിലേക്ക്, വിദ്യാർത്ഥിയുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞാലേ ഏത് കാര്യങ്ങളും ആ ആശയം അവനിലേക്ക് സംക്രമിക്കാൻ സാധിക്കുകയുള്ളൂ.